നമസ്കാരം, ഹംബിൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആഗ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവിടെ നിന്ന് ആഗ്രയിൽ നിന്നാണ് മധുരയിലേക്ക് ട്രെയിൻ കിട്ടിയത്. ആഗ്രയിൽ നിന്ന് മധുരയിലേക്ക് ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ട്രെയിനിൽ വെച്ച് ഇങ്ങോട്ട് പരിചയപ്പെട്ട ഒരാൾ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തരികയുണ്ടായി. അതുമാത്രമല്ല, അദ്ദേഹം വളരെയധികം സഹായിക്കുകയും ചെയ്തു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ലാഭത്തിന് ഒരു ഓട്ടോ പിടിച്ച് തരികയും ചെയ്തു. നമ്മൾ അന്യനാട്ടുകാരാണെന്ന് അറിയുമ്പോൾ വളരെയധികം നമ്മളോട് സഹകരിക്കുന്ന, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. അങ്ങനെ മധുരയിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഒരു ബൈക്ക് റിക്ഷയിലാണ് ഞങ്ങൾ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായിട്ടുള്ള വൃന്ദാവനത്തിനടുത്തുള്ള പ്രേം മന്ദിറിലേക്ക് പോയത്. പ്രേം മന്ദിറിൽ നമ്മൾ എത്തിയാൽ ഉടൻ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് അവിടെ നമ്മുടെ മുഖത്ത് രാധേ രാധേ എന്ന് പൊട്ടുകുത്തുന്ന ചില ആൾക്കാരെയാണ്. നമ്മുടെ മുഖത്ത് ഇങ്ങനെ രാധേ രാധേ എന്ന് പൊട്ടുകുത്തി വളരെ മനോഹരമായിട്ടുള്ള കുറിയൊക്കെ നമുക്ക് ഇട്ട് തരും. 20 രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അവിടെ വരുന്ന എല്ലാവരും ഇങ്ങനെ ഈ കുറി അണിയാറുണ്ട്. അതിനുശേഷം നമ്മുടെ ബാഗ് അടുത്തുള്ള ഒരു ഷോപ്പിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പ്രേം മന്ദിറിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഈ പ്രേം മന്ദിർ എന്ന് പറയുന്നത് ശ്രീ ജഗദ്ഗുരു കൃപാലു മഹാരാജ് സ്ഥാപിച്ചതാണ്. 557 അടിയാണ് ഇതിന്റെ ഉയരം. പ്രേം മന്ദിറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചിത്രീകരണങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. വൃന്ദാവനത്തിൽ ഗോപികമാരുമായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ കുറെ പ്രതിമകളും അങ്ങനെയുള്ള കുറെ ചിത്രീകരണങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. നിരവധി ആൾക്കാരാണ് രാവിലെ മുതലേ പ്രേം മന്ദിറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ചൂട് കാലാവസ്ഥയാണെങ്കിൽ പോലും അവിടുത്തെ മാർബിൾ, വെള്ള മാർബിളിൽ നമ്മൾ ചവിട്ടാണ് നമ്മുടെ കാലിൽ ചൂട് വരില്ല. പ്രേം മന്ദിറിൽ വന്നു കഴിഞ്ഞാൽ പ്രേം മന്ദിറിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും ആൾക്കാർക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും ഒരു നിയന്ത്രണവുമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ അകത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ ഭക്ഷണങ്ങൾക്ക് വളരെ വിലയാണ്. അതായത് 2 ഇഡലിക്ക് 100 രൂപയാണ് അവർ ഈടാക്കുന്നത്. പക്ഷേ പുറമേ നിന്ന് നമുക്ക് അകത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകാനുള്ള സൗകര്യവും അവിടെ ഇല്ല. കാരണം നമ്മൾ ബാഗ് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ പ്രേം മന്ദിറിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി പ്രേം മന്ദിറിനകത്തേക്ക് നമുക്ക് കയറാം. പ്രേം മന്ദിറിനകത്ത് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അനുവാദമില്ല. സെക്യൂരിറ്റികൾ ഒരുപാടുണ്ട്. എന്നാൽ പലരും ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഭക്തിയോടെ വരുന്നവർക്ക് ആ ഭക്തിയിൽ ലയിച്ച് തന്നെ അവിടെ കുറേ സമയം ചെലവഴിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അത്രയും റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. എങ്കിലും ഒരുപാട് ആൾക്കാർ നമുക്കും മറ്റുള്ളവർക്കും നന്മ വരണമെന്ന ആഗ്രഹത്തോടെ ഒത്തുകൂടുന്ന ഏതൊരു സ്ഥലത്തും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രേം മന്ദിറിനും അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഉത്തരേന്ത്യക്കാരാണ് കൂടുതലും ഇവിടെ വരുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മലയാളം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ പേരെയൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. പ്രേം മന്ദിറിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താനുള്ള സൗകര്യം അവിടെ ഉണ്ട്. കാരണം മയിൽപ്പീലി, ഓടക്കുഴൽ, കമ്മൽ, വളകൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. മാത്രമല്ല, പ്രേം മന്ദിറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ പരസ്പരം പറയുന്ന ഒന്നാണ് രാധേ രാധേ എന്ന്. ശരിക്കും ക്രിസ്ത്യാനികളൊക്കെ ഹല്ലേലൂയാന്നും പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവർ രാധേ രാധേ എന്ന് പറയുന്നത്. അവിടെ നിന്ന് വീണ്ടും ഒരു ബൈക്ക് റിക്ഷയിൽ ഞങ്ങൾ വൃന്ദാവനിലേക്ക് പോയി. വൃന്ദാവൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ ജനിച്ച് ഓടിക്കളിച്ച് നടന്ന സ്ഥലമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഷോപ്പിങ്ങിന്റെ വലിയൊരു ഏരിയയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം വൃന്ദാവനിലെ അമ്പലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ളത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും വളരെയധികം തിരക്കായിരുന്നു. കാരണം ഉച്ചയ്ക്ക് 1 മണിക്ക് വൃന്ദാവനിലെ ക്ഷേത്രം അടയ്ക്കും. അതുകൊണ്ട് വളരെയധികം തിരക്കായതുകൊണ്ട് ഞങ്ങൾ പകുതി വരെ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. എങ്കിലും അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്താൻ കഴിഞ്ഞു. അപ്പോൾ മധുരയ്ക്ക് പോകുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ നല്ലൊരു സ്ഥലമാണ്. മധുരയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കുരങ്ങന്മാരുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ തട്ടിക്കൊണ്ടുപോകും. ഉദാഹരണത്തിന് കണ്ണടയാണ് അവരുടെ മെയിൻ സാധനം. പിന്നീട് അടുത്ത കടയിൽ നിന്ന് ഫ്രൂട്ടി വാങ്ങി ആ കുരങ്ങിന് എറിഞ്ഞു കൊടുത്താൽ മാത്രമേ ആ കണ്ണട താഴേക്കിടുകയുള്ളൂ. ഈ അവസരം മുതലാക്കി ചില കടക്കാർ ഒരു ഫ്രൂട്ടിക്ക് 100 രൂപ വരെ വാങ്ങാൻ സാധ്യതയുണ്ട്. എന്റെ കണ്ണട ഒരു കുരങ്ങൻ തട്ടിപ്പറിച്ചു. പിന്നീട് ഫ്രൂട്ടി വാങ്ങി കൊടുത്താണ് ആ കണ്ണട തിരിച്ചു വാങ്ങിയത്. പക്ഷേ എന്റെ കണ്ണടയുടെ കാലിന്റെ 2 കവർ കുരങ്ങൻ തിന്നു തീർക്കുകയാണ് ഉണ്ടായത്. കണ്ണാടി കടയെ കൊടുത്ത് ശരിയാക്കാം.